വർഷത്തെയും പോലെ തന്നെ ഇപ്രാവശ്യം ആഗ്രഹിക്കുകയാണ് ഏറ്റവും നല്ല കുട്ടികളെ തന്നെ തിരഞ്ഞെടുക്കപ്പെടണം. കാൻഡിഡേറ്റ്സ് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉള്ള കുട്ടികളൊക്കെ ആയാൽ നമ്മുടെ ലീഡർമാരെന്ന് പറഞ്ഞാൽ എപ്പോഴും അവരൊരു മാതൃക തന്നെ ആവണം. അപ്പോൾ നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റണം. പിന്നെ കൂടാതെ ഇത്തവണ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു മന്ത്രിസഭ എങ്ങനെയാവണം ആ തരത്തിലും കൂടി വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഇലക്ഷന് അതിൻ്റേതായ ഒരു പ്രാധാന്യം കൂടി ഈ തരത്തിൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും നമ്മുടെ സ്കൂൾ ഇലക്ഷൻ നന്നായി നടത്തട്ടെ. വിജയാശംസകൾ. ഇലക്ഷൻ ഡ്യൂട്ടിയെ കുറിച്ച് എന്ത് തോന്നുന്നു? ഇപ്പം പോലീസുകാർ ഈ ഒരു ഇലക്ഷൻ്റെ സുഖകരമായ നടത്തിപ്പിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് അതിൻ്റെ ക്ലാസ് ടീച്ചറായിട്ടുള്ള മേരി ടീച്ചറോട് ചോദിക്കാം. ടീച്ചർ എന്താണ് പറയുന്നത്? 2024-25 അധ്യയന വർഷത്തെ ഇലക്ഷൻ പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വോട്ടിംഗ് ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് കുട്ടികളുള്ളത്. വളരെ ആവേശോജ്വലമായ ഒരു വോട്ടിംഗ് പ്രക്രിയയാണ് നടക്കുന്നത്. ഇതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ഇലക്ഷനെക്കുറിച്ചും അതിൻ്റെ വോട്ടിംഗ് പ്രോസസ്സിനെ കുറിച്ചും മനസ്സിലാക്കാനും അത് കുട്ടികൾക്ക് ഇനി ഒരു 18 വയസ്സാകുമ്പോൾ വോട്ടിംഗ് അവർ ചെയ്യാനായിട്ട് തുടങ്ങുമ്പം അത് വളരെ വ്യക്തമായിട്ടും അവരുടെ അവകാശങ്ങൾ വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അതിന് എല്ലാ ഭാവങ്ങൾക്കും എല്ലാ കാൻഡിഡേറ്റ്സിനും നൽകുകയാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ, അങ്ങനെയാണല്ലോ. അപ്പോൾ അവരെ ജനാധിപത്യ ബോധമുള്ളവരായി വളർത്തിയെടുക്കാൻ, അതായത് നാളത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മൂല്യം, നമ്മളാണ് ഏറ്റവും വലിയ വിലയുള്ള ആളുകൾ ആരാണ്? പൗരന്മാരാണ്. അത്തരം പൗരന്മാരെ നമ്മൾ ഓരോ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോ വോട്ടിനും വലിയ വിലയാണുള്ളത്. ആ വില നമ്മൾ വിനിയോഗിക്കേണ്ടതുണ്ട് എന്ന് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് നമ്മളോട് ചെയ്യുക. പാഠ്യപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്കൂളിൻ്റെ കാര്യങ്ങളിലും പൊതുവിലും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകേണ്ടത് അത് മൊത്തം കുട്ടികളിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ വിജയിച്ചു. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തു. ഈ വർഷം അത് തുടരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, പിന്നീട് ചെയ്ത കാര്യങ്ങൾ, അവരെല്ലാവരും എന്താണ് നമ്മൾ കടമ നിർവഹിക്കേണ്ടവരാണ് എന്ന ബോധ്യം കുട്ടികളിൽ എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ ഇലക്ഷനെ കുറിച്ച് ഏറ്റവും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾക്ക് ജനാധിപത്യത്തെക്കുറിച്ച് ഉള്ള ഒരു അറിവ് വളർത്തിയെടുക്കാനും അതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണവും നമുക്ക് ആവാനും ഒരു നല്ലൊരു സംവിധാനമാണ്. നമുക്കിനി നമ്മുടെ ട്രെയിനിങ് ടീച്ചറിനെ പരിചയപ്പെടാം. ഇലക്ഷനെ കുറിച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇങ്ങനൊരു ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കിട്ടിയത്. സ്കൂളിൽ ഇങ്ങനെ ഒരു ഇലക്ഷൻ നടത്തുന്നതിലൂടെ നിങ്ങൾക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതോടൊപ്പം നിങ്ങളെ ഓരോ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഒരു ടീച്ചർ ട്രെയിനിയായ എനിക്ക് ഇതിലൂടെ വീണ്ടും ആ സ്കൂൾ ഓർമ്മകളിലേക്ക് പോകാനുള്ളൊരു അവസരം കൂടിയായിരുന്നു.